കഥയെ ആരംഭിക്കുന്നത് ഏവരും റായൻ എന്ന് വിളിക്കുന്ന കാത്തവരായനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കാത്തവരായന് രണ്ട് സഹോദരങ്ങളുണ്ട്. മുത്തു എന്ന് വിളിക്കുന്ന മുത്തുവേൽ റായൻ, രണ്ടാമത്തേത് മാണിക്യം എന്ന് വിളിക്കുന്ന മാണിക്യവേൽ റായൻ. അവരുടെ അമ്മ ഗർഭിണിയായിരുന്നു. വൈകാതെ റായൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു പെൺകുഞ്ഞിന് അവരുടെ അമ്മ ജന്മം നൽകി. ഒരു പെങ്ങള് വേണം എന്നാഗ്രഹിച്ചിരുന്ന റായന് അത് വലിയ സന്തോഷമായിരുന്നു. പെൺകുട്ടിക്ക് പേരുവെക്കാൻ നാട്ടിലെ സ്വാമിയെ തന്നെ റായന്റെ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ടുവന്നു. പക്ഷെ തനിക്ക് പേരുവെക്കണം എന്ന് റായൻ വാശി പിടിച്ചു. സ്വാമിയും കൂടി അനുവദിച്ചതോടെ തന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ദുർഗ എന്ന് റായൻ പേരുവെക്കുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ദുർഗയെ പൊന്നുപോലെ നോക്കിയത് റായനായിരുന്നു. നാളുകൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരിക്കൽ റായന്റെ അച്ഛനും അമ്മയും ടൗണിൽ പോയിട്ട് വരാം, മക്കളെയൊക്കെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് റായനെ ഏൽപ്പിച്ചിട്ട് പോയി. വൈകിട്ട് വരാമെന്ന് പറഞ്ഞവർ രാത്രി പിന്നിട്ടിട്ടും തിരികെ എത്തിയില്ല. ഒരു ദിവസം കൂടി കടന്നുപോയി. അച്ഛനെയും അമ്മയെയും കാണാതെ റായനും സഹോദരങ്ങളും പരിഭ്രാന്തരായിരുന്നു. അവർക്കവിടെ ആകെ പരിചയമുള്ളത്, അന്വേഷിക്കാൻ സാധിക്കുന്നത് പൂജാരിയുടെ അടുത്ത് പോയിട്ടാണ്. റായനും സഹോദരങ്ങളും കൂടി പൂജാരിയുടെ വീട്ടിലെത്തി. പൂജാരിയോട് കാര്യം പറഞ്ഞപ്പോൾ അവരോട് അന്നവിടെ തങ്ങാനും നാളെ ആളുവിട്ട് അന്വേഷിക്കാം എന്നും പൂജാരി അവരോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ ചില ശബ്ദം കേട്ട് റായൻ ഉണരുമ്പോൾ പൂജാരിയുടെയും മറ്റൊരാളുടെയും അടക്കിപ്പിടിച്ച സംഭാഷണങ്ങൾ കേട്ടു. റായന്റെ സഹോദരി ദുർഗയെ തട്ടിയെടുത്ത് വിൽക്കുവാനുള്ള പദ്ധതിയായിരുന്നു പൂജാരിയും അയാളും കൂടി നടത്തിയിരുന്നത്. അപകടമാണെന്ന് കണ്ടതും റായൻ സഹോദരിയെയും എടുത്ത് അനിയന്മാരെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ നോക്കുന്നു. പക്ഷേ പൂജാരി എതിരിൽ വന്നു. ദുർഗയെ പിടിച്ചു വാങ്ങാൻ പൂജാരി ശ്രമം നടത്തി. റായൻ എതിർത്തെങ്കിലും ഫ്രോഡായ പൂജാരി അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവിടുണ്ടായിരുന്ന വാളെടുത്ത് റായൻ പൂജാരിയുടെ കഴുത്ത് തന്നെ വെട്ടി. അന്ന് രാത്രിക്ക് രാത്രി ഒരു ലോറിയിൽ കയറി റായനും സഹോദരങ്ങളും നാടുവിടുകയാണ്. പച്ചക്കറി കൊണ്ടുപോകുന്ന ആ ലോറി എത്തിച്ചേർന്നത് ചെന്നൈ നഗരത്തിലേക്കായിരുന്നു. ലോറിയിൽ നിന്ന് സാധനമിറക്കുന്ന സമയത്താണ് റായനെ അവിടുത്തെ ജോലിക്കാരും ശേഖർ എന്ന വ്യക്തിയും കാണുന്നത്. ഭയന്നിരുന്ന റായൻ അന്നും അവർക്കെതിരെ അരിവാള് നീട്ടിയിരുന്നു. പക്ഷെ ആ കുട്ടികളുടെ നിസ്സഹായാവസ്ഥ ശേഖറിന് മനസ്സിലായി. ശേഖർ റായന് ചായയും കടിയും ഒക്കെ വാങ്ങിക്കൊടുത്തു. റായനോട് സംസാരിച്ചു. തനിക്കൊരു ജോലി വാങ്ങിത്തന്നാൽ ഇവിടെ തന്നെ ജീവിച്ചോളാം എന്നായിരുന്നു റായൻ പറഞ്ഞത്. ശേഖർ റായനായി മാർക്കറ്റിൽ കയറ്റിറക്ക് ജോലി വാങ്ങിക്കൊടുത്തു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് റായൻ തന്റെ സഹോദരങ്ങളെ വളർത്താൻ ആരംഭിച്ചു. പതിയെ പതിയെ ശേഖർ റായന് ഒരു ഗാർഡിയനെ പോലായി. ശേഖറിന്റെ സഹായത്തോടെ അവർ ചെറിയൊരു വീട്ടിലേക്ക് മാറി. നാളുകൾ അങ്ങനെ വേഗത്തിൽ കടന്നുപോയി. റായനും റായന്റെ സഹോദരങ്ങളും വളർന്നിരുന്നു. റായൻ ഇപ്പോൾ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരിടത്ത് ഒരു ഫുഡ് ട്രക്ക് നടത്തുകയാണ്. സഹോദരങ്ങളും റായന്റെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയിരിക്കെ ഒരു സംഭവമുണ്ടായി. റായന്റെ ഫുഡ് ട്രക്ക് ചോദിച്ച് അത് വാങ്ങുവാൻ ആഗ്രഹിച്ച് രണ്ടുപേർ ശേഖറിനെ കാണുവാനെത്തി. എന്നോട് പറഞ്ഞത് പറഞ്ഞു. റായനും സഹോദരങ്ങളും ഇത് അറിയണ്ട, അവരോട് വിട്ടുപൊക്കൊള്ളാനും ശേഖർ പറഞ്ഞെങ്കിലും അവർ അത് നടത്തുന്നത് അവിടുത്തെ പ്രധാന ഗ്യാങ്സ്റ്റർ തലവൻ ദുരൈയുടെ ഇടത്താണെന്നും ഞങ്ങൾ ദുരൈയണ്ണയോട് സംസാരിച്ചോളാം എന്നും അവർ അഹങ്കാരത്തിൽ പറയുകയാണ്. കൃത്യം ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് മുത്തു കടന്നു വരുന്നത്. മുത്തുവിനോടും വന്നവർ അതേ കാര്യം അഹങ്കാരത്തോടെ പറഞ്ഞതും. പൊതുവെ അല്പം എടുത്തുചാട്ടക്കാരനും എപ്പോഴും പ്രശ്നമുണ്ടാക്കി നടക്കുന്നവനുമായ മുത്തു മുന്നിലിരുന്ന് ബീർ ബോട്ടിലെടുത്ത് അയാളുടെ തലക്കിട്ട് അടിച്ചുടച്ചു. മറുവശത്ത് റായന്റെ ഇളയ സഹോദരൻ മാണിക്യമാകട്ടെ കോളേജിൽ പഠിക്കുകയാണ്. കോളേജ് ഇലക്ഷനിൽ മത്സരിക്കാൻ അവൻ നിന്നിരുന്നു. പക്ഷേ MLA യുടെ മകനും സംഘവും അവനോട് വിഡ്രോ വാങ്ങാൻ പറഞ്ഞ് കോളേജിൽ പ്രശ്നമുണ്ടാക്കുകയാണ്. തന്നെ തല്ലാൻ വന്നവരെ മാണിക്യമെന്ന് കോളേജിൽ വെച്ച് പന്നിക്കിട്ടു. മുത്തുവിനാണെങ്കിൽ കാര്യമായ ജോലിയൊന്നും നോക്കാതെ പിടിപ്പില്ലാതെ നടക്കുകയാണെങ്കിലും ഒരു പ്രണയമുണ്ട്. മേഖലൈ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. മുത്തു മറ്റ് സ്ത്രീകളുടെ അടുത്തു പോകുന്നതും മറ്റും മേഖലൈ അറിഞ്ഞിരുന്നു. അതിന്റെ പേരിൽ മുത്തുവിനെതിരെ ചോദ്യം ചോദിക്കാനും മുത്തുവിനെ തല്ലാനും ബാറിലേക്ക് വരെ മേഖലൈ എത്തി. പക്ഷേ മുത്തുവിനാണെങ്കിൽ അതിലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. തന്റേതായ കുറെ ന്യായങ്ങളൊക്കെ നിരത്തി മുത്തുമേഖലയെ പറഞ്ഞയച്ചു. അന്ന് വൈകിട്ട് റായൻ തന്റെ ഷോപ്പിൽ തിരക്കിലായിരിക്കുമ്പോൾ മേഖലയെ അങ്ങോട്ടേക്ക് ചെന്നു. റായനടുക്കൽ മുത്തു പിടിപ്പില്ലാതെ നടക്കുന്നതിനെ പറ്റിയും മറ്റു പെണ്ണുങ്ങളുടെ അടുത്ത് പോകുന്നതിനെ പറ്റിയും പറഞ്ഞ് റായൻ ഉപദേശിച്ചാലേ അവൻ കേൾക്കൂ, അതുകൊണ്ട് അവനെ ഉപദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കടയിൽ ആ സമയം മാണിക്യവും ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി വല്ലതും അറിയോടാ എന്ന് റായൻ മാണിക്യത്തോട് ചോദിച്ചെങ്കിലും തനിക്കറിയില്ലെന്നായിരുന്നു മാണിക്യത്തിന്റെ മറുപടി. പക്ഷേ മുത്തുവുമായി വലിയ കൂട്ടായ മാണിക്യത്തിന് മേഖലയുടെ കാര്യമടക്കം ഒക്കെയും അറിയാമായിരുന്നു. അന്ന് മുത്തുകടയിലേക്ക് വന്നപ്പോ മാണിക്യം അതിനെപ്പറ്റി വാൺ ചെയ്യാൻ നോക്കിയെങ്കിലും മുത്തുവിന് മനസ്സിലായില്ല. റായനാണെങ്കിൽ പതിവ് പോലെ മുത്തുവിനെ കനത്ത രീതിയിൽ ശകാരിക്കുകയും ചെയ്തു. അന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും വീട്ടിലെത്തി. ദുർഗ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സഹോദരങ്ങൾക്കൊപ്പം ഏറെ സന്തോഷത്തോടെ റായന്റെ ആ ദിവസവും അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് പകലിൽ ശേഖർ റായനെ കാണാൻ എത്തിയിരുന്നു. ബാറിൽ നടന്ന സംഭവം റായനടുക്കൽ ശേഖർ പറയുകയും ദുരൈ എണ്ണയുടെ അടുത്ത് നടന്ന സ്ഥലമായതുകൊണ്ട് ഗ്യാങ്സ്റ്റർ തലവൻ ദുരൈ
ദുരൈയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ക്ഷമ ചോദിച്ച് പോരാമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വെറുതെ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു അത്. അങ്ങനെ ശേഖറും റായനും കൂടി ദുരൈ എണ്ണയുടെ വീടിന് മുമ്പിലെത്തി. ആ സമയം വീടിനകത്ത് ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. സേതു എന്ന് വിളിക്കുന്ന സേതുരാമനും ദുരൈയുമായിട്ടായിരുന്നു മീറ്റിംഗ്. രണ്ടുപേരും രണ്ട് ഏരിയയിലെ പ്രധാന ഗ്യാങ്സ്റ്റർ തലവന്മാരാണ്. കഴിഞ്ഞ 5 വർഷമായി അവർക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും സേതുവിന്റെ ഉള്ളിൽ ദുരൈക്കെതിരെ ഒരു പക നേറുന്നുണ്ടായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. 25 കൊല്ലമായി ദുരൈയും സേതുവിന്റെ അച്ഛനും തമ്മിൽ കുടിപ്പകയുണ്ടായിരുന്നു. 5 കൊല്ലം മുമ്പ് ദുരൈ സേതുവിന്റെ അച്ഛനെ കൊന്നു. അതിനുശേഷം അച്ഛന്റെ ഇടപാടുകൾ നോക്കുന്നത് സേതുവാണ്. അതിനുശേഷമായിരുന്നു അവർക്കിടയിൽ ഒരു കോംപ്രമൈസ് പോലെ വന്നത്. പക്ഷേ ദുരൈ ഒരിക്കലും തങ്ങൾക്കൊരു വില തരുന്നില്ല എന്ന് സേതുവിനും സംഘത്തിനും തോന്നിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. എന്നിരുന്നാലും ഒരുപാട് ധൈര്യമില്ലാതിരുന്ന സേതു ദുരൈക്കെതിരെ പ്രതികരിക്കാതെ ഒതുങ്ങിപ്പോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അതിനെപ്പറ്റി സംസാരിക്കാനായിരുന്നു സേതു വീട്ടിലെത്തിയത്. പക്ഷേ ദുരൈയെന്നും സേതുവിന് വലിയ വില കൊടുത്തില്ല. സേതു പോയി കഴിഞ്ഞപ്പോൾ സേതുവിനെയും കൊന്നാലോ എന്ന് കയ്യാൾ ചോദിച്ചു. അവൻ ഇറങ്ങി വരാണേൽ അപ്പോ നോക്കാം എന്നായിരുന്നു ദുരൈയുടെ മറുപടി. അവർ പോയതും റായനും ശേഖറും ദുരൈയണ്ണയുടെ മുമ്പിലെത്തി. നടന്ന കാര്യങ്ങൾ ദുരൈയണ്ണയുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് റായൻ ദുരൈയണ്ണയോട് ഇനി ആവർത്തിക്കില്ലെന്ന തരത്തിൽ മാപ്പ് ചോദിച്ചു. റായനെയോർത്ത് മാത്രം താൻ ക്ഷമിക്കുകയാണെന്നും ഇനി ആവർത്തിക്കരുതെന്നും പ്രത്യേകം വാൺ ചെയ്ത് ദുരൈയണ്ണ റായന് പറഞ്ഞയച്ചു. പ്രശ്നങ്ങളിലൊന്നും പെടാതെ ഒതുങ്ങിപ്പോവുകയായിരുന്നു റായൻ. ഈ സമയമാണ് ആ നഗരത്തിലേക്ക് സർഗുണമെന്ന് പേരുള്ള കമ്മീഷണർ സ്ഥലം മാറിയെത്തുന്നത്. സേതുവിനെപ്പറ്റിയും ദുരൈയെപ്പറ്റിയും സർഗുണം കൃത്യമായി അന്വേഷിച്ചറിഞ്ഞു. സേതുവിന് 2 ഭാര്യമാരുണ്ട്. ആദ്യ ഭാര്യയ്ക്ക് രണ്ടാം ഭാര്യയെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് 2 ഭാര്യമാരെയും സേതു 2ഇടത്താണ് പാർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെപ്പറ്റിയും സർഗുണം മനസ്സിലാക്കി. റായൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ മുത്തുവിനെ പോലീസ് കൊണ്ടുപോയി എന്ന് ദുർഗ പറഞ്ഞു. പിന്നാലെ ശേഖറും റായനും സ്റ്റേഷനിലെത്തുകയാണ്. പക്ഷേ കേസ് അങ്ങനെ എളുപ്പത്തിൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ലെന്നും കേസ് കൊടുത്തവൻ തന്നെ വിഡ്രോ ചെയ്യണം എന്നും അവിടുത്തെ SI പറഞ്ഞു. പിന്നാലെ കേസ് കൊടുത്ത് ബാറിൽ വെച്ച് മുത്തു തലതല്ലിപ്പൊളിച്ചവനെ കാണുവാൻ റായൻ ആശുപത്രിയിൽ ചെന്നു. പക്ഷെ അയാൾ ഗൗരവത്തിൽ റായനെയും മുത്തുവിനെയും തന്നെ ഇല്ലാതാക്കുമെന്നും മുത്തു നാളൊട്ടുക്കും ജയിലിൽ കിടക്കുമെന്നുമൊക്കെ റായനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. മര്യാദയുടെ രീതിയിൽ അത്ര നേരം സംസാരിച്ച റായൻ അയാൾക്ക് മുമ്പിലേക്കങ്ങ് വന്നിരുന്നു. പിന്നാലെ അയാളെ കൊന്നുകളയും എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് വിരട്ടി. ആ വിരട്ടൽ നല്ല രീതിയിൽ ലേറ്റിരുന്നു. റായൻ തിരികെ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പേ മുത്തുവിന്റെ പേരിലുള്ള കംപ്ലൈന്റ് വിഡ്രോ ചെയ്യപ്പെട്ടു. മുത്തുവിനെയും കൂട്ടി റായൻ പുറത്തിറങ്ങി. പക്ഷെ മുത്തുവിനും അപ്പോഴും ഒരു കൂസലുണ്ടായിരുന്നില്ല. റായൻ അതുകൊണ്ട് മുത്തുവിനോട് കയർക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. അവന്റെ താഴെ അനിയത്തിയും അനിയനുമുണ്ടെന്നും ഇനിയും ഇത് ആവർത്തിച്ച ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല എന്നും റായൻ അവനോട് കയർത്തു തന്നെ പറഞ്ഞു. മുത്തുവിനും അതുവല്ലാതെ ഹർട്ടായിരുന്നു. മേഖലയെ ആ സമയം മുത്തുവിനോട് കലഹിക്കാൻ വന്നപ്പോൾ മേഖലയോടും മുത്തു വലിയ തോതിൽ വഴക്കടിക്കുകയും അവളെ തല്ലാൻ കൈയോങ്ങുകയും ചെയ്തു. ഇതേ സമയം മറുവശത്ത് മറ്റു ചില കാര്യങ്ങൾ സംഭവിക്കുകയായിരുന്നു. കമ്മീഷണർ സർഗുണം ദുരയെയും സേതുവിനെയും അടക്കം മുഴുവൻ ഗ്യാങ്സ്റ്ററെയും ഇല്ലാതാക്കാൻ പദ്ധതിയിടുന്നുണ്ടായിരുന്നു. അതിനയാൾക്കൊരു കാരണവുമുണ്ട്. സർഗുണത്തിന്റെ അച്ഛനെ പണ്ടിതേ ഗ്യാങ്സ്റ്റർ സംഘങ്ങളായിരുന്നു തെരുവിലിട്ട് കത്തിച്ചു കൊന്നത്. അതിന്റെ വല്ലാത്തൊരു പക അയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. അതുകൊണ്ടെല്ലാം ഒന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ശേഷം ആക്ഷൻ എടുക്കാനായിരുന്നു സർഗുണം തീരുമാനിച്ചതും. ഇതിനിടയിൽ ദുർഗക്ക് വന്നൊരു കല്യാണാലോചനയും ഏറെക്കുറെ ഓക്കെയാകുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കോളേജിൽ പോലീസ് എത്തി. മാണിക്യത്തെ സംസാരിക്കാൻ വണ്ടിയിലേക്ക് വിളിച്ചു കയറ്റി. MLAയുടെയും മകന്റെയും ആവശ്യപ്രകാരം SI തന്നെ മാണിക്യത്തോട് നോമിനേഷൻ വിഡ്രോ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. മാണിക്യത്തിന് അത് വലിയ അപമാനമായി തോന്നി. അന്ന് വൈകിട്ട് വീട്ടിലെത്തിയ മാണിക്യം റായനോട് ആ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പക്ഷേ പ്രശ്നങ്ങളൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചിരുന്ന റായൻ മാണിക്യത്തോട് നോമിനേഷൻ പിൻവലിക്കാൻ പറഞ്ഞു. മാണിക്യത്തിന് അത് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. രോഷം ഇരച്ചു കയറി വന്നെങ്കിലും മുത്തു അവനെ സപ്പോർട്ട് ചെയ്ത് കോളേജിൽ വന്ന് പ്രശ്നമുണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും റായൻ പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് മാണിക്യം അത് വിഡ്രോ ചെയ്യാൻ തയ്യാറാവുകയാണ്. പിറ്റേന്ന് തന്നെ MLAയുടെ മകൻ വിജയിച്ചതായി അനൗൺസ്മെന്റ് വന്നു. മാണിക്യം ഏറെ അപമാനിതനായി പോയിരുന്നു. അന്ന് രാത്രിയിലാണ് അത് സംഭവിക്കുന്നതും. ഗ്യാങ്സ്റ്റർ തലവൻ സേതു തന്റെ ആദ്യ ഭാര്യയുടെ വീട്ടിൽ നിന്നും രണ്ടാം ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. യാത്രാമധ്യേ സേതുവിന്റെ കാർ ആക്രമിക്കപ്പെട്ടു. സേതുവും സംഘവും അവരെ അടിച്ചോടിച്ചു. യാഥാർത്ഥ്യത്തിൽ അത് കമ്മീഷണറുടെ പദ്ധതിയായിരുന്നു. പുറത്തുനിന്നിറക്കിയ ഹിന്ദിക്കാരെ ഉപയോഗിച്ചായിരുന്നു കമ്മീഷണർ ആക്രമണം നടത്തിയത്. തെളിവുകൾ അവശേഷിക്കാതിരിക്കുവാൻ ആ ഹിന്ദിക്കാരെ കമ്മീഷണർ വെടിവെച്ച് കൊന്നുകളയുകയും ചെയ്തു. തന്നെ
ആക്രമിച്ചത് ദുരൈയും സംഘവുമാണ് എന്ന് സേതു ചിന്തിക്കുമെന്നും സേതു തിരിച്ചടിക്കും എന്നും കമ്മീഷണർ പ്രതീക്ഷിച്ചിരുന്നു. കമ്മീഷണർ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. ദുരൈക്കെതിരെ പ്രശ്നമുണ്ടാക്കുവാൻ സേതു ആലോചിച്ചു തുടങ്ങി. മറുവശത്ത് ദുർഗയുടെ പെണ്ണുകാണൽ നടക്കുകയായിരുന്നു. പയ്യനെ ദുർഗയ്ക്കും റായനും മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. പയ്യൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അല്പം ഉയർന്ന സ്ത്രീധനം അവരുടെ കുടുംബം ചോദിച്ചു. കല്യാണ ചിലവുകൾ ഞങ്ങൾ നോക്കിക്കോളാമെന്നും ദുർഗയുടെ പേരിൽ ബാങ്കിൽ കുറച്ചധികം പണമുണ്ട്, അതും നൽകിക്കോളാം എന്നും അവർ ആദ്യം പറഞ്ഞെങ്കിലും അത് പോരെന്നായിരുന്നു ചെറുക്കന്റെ പക്ഷം. അതോടെ തന്റെ ഫുഡ് ട്രക്ക് ബിസിനസ് കൂടി അവർക്ക് നൽകിയേക്കാം എന്ന് റായൻ പറയുകയാണ്. റായന്റെ ആ പറച്ചിൽ മാണിക്യത്തെയും മുത്തുവിനെയും ഒന്ന് ഞെട്ടിച്ചിരുന്നു. ചെറുക്കന്റെ വീട്ടുകാർ അതുകൂടി കേട്ടപ്പോൾ സമ്മതം അറിയിച്ചു മടങ്ങി. അന്ന് രാത്രിയിൽ മുത്തുവും മാണിക്യവും അതിനെപ്പറ്റി റായനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഫുഡ് ട്രക്കും കൊടുത്ത ജീവിക്കാൻ അവരെന്തു ചെയ്യും എന്ന മട്ടിലായിരുന്നു അവരുടെ ചോദ്യം. ചേട്ടനെ എതിർത്ത് സംസാരിച്ചതിന് മുത്തുവിനെ ദുർഗ എതിർത്തെങ്കിലും പിന്നാലെ ദുർഗ തന്നെ മുത്തു പറയുന്നതിലും ഒരു പോയിന്റിലെ ചേട്ട എന്ന മട്ടിൽ ചോദിക്കുകയാണ്. പക്ഷെ റായൻ എഴുന്നേറ്റ് തിരികെ നിന്ന് പറഞ്ഞു, ഇവിടെ വരുമ്പോ ജീവിക്കാൻ നമ്മുടെ പക്കൽ എന്താ ഉണ്ടായിരുന്നത്, എന്നിട്ടും ജീവിച്ചില്ലേ, അതുകൊണ്ട് നിങ്ങളാരും അതിനെപ്പറ്റി ചിന്തിക്കണ്ട. റായന്റെ വാക്കിന് അവിടെ മറുവാക്കുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം മുത്തു അതിന്റെ അടക്കം ടെൻഷനിലായിരുന്നു. റോഡിലൂടെ മുത്തു നടന്നു പോകുമ്പോ മേഖലയുടെ അച്ഛൻ വന്ന് മുത്തുവിന്റെ സഹോദരിക്ക് ഗവൺമെന്റ് ജോലിക്കാരനെ നോക്കി, ഞാൻ നിന്നെ പോലെ ജോലിക്കും കൂലിക്കും പോവാത്തവന് എന്റെ മോളെ കെട്ടിച്ചു തരണോടാ എന്ന മട്ടിൽ ചോദിച്ച് മുത്തുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങി. അതിനോടകം ദേഷ്യത്തിലായിരുന്ന മുത്തു മേഖലയുടെ അച്ഛനെ അടിച്ചോടിക്കുകയാണ്. അന്ന് രാത്രിയിൽ മുത്തു ബാറിലെത്തി മദ്യപിച്ചിരിക്കാൻ തുടങ്ങി. തന്റെ അച്ഛനെ മുത്തു അടിച്ചോടിച്ച വിവരമറിഞ്ഞ് മേഖലയെ അങ്ങോട്ടേക്ക് ചെന്ന് മുത്തുവിനെ ചോദ്യം ചെയ്യുകയും മുത്തുവിനോട് ദേഷ്യപ്പെടുകയും ചെയ്തു. മുത്തു പറഞ്ഞ വാക്കുകളിൽ ദേഷ്യം തോന്നി മേഖലയും മുത്തുവിനെ അടിച്ച് അവിടെ നിന്നിറങ്ങിപ്പോവുകയാണ്. മുത്തു അങ്ങനെ തല്ലുവാങ്ങിയിരിക്കുന്നത് കണ്ട് അവിടുണ്ടായിരുന്ന ഒരു സംഘം ചിരിക്കുന്നുണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യത്തിൽ ദുരൈയുടെ മകനും കൂട്ടുകാരുമായിരുന്നു. ഇതേ സമയം അതേ ബാറിൽ മറ്റൊരു വശത്തായി മറ്റൊരു ഗ്യാങ്സ്റ്റർ സംഘവും ഉണ്ടായിരുന്നു. ദുരൈയുടെ മകനെ വകവരുത്തുവാൻ സേതു അയച്ച ആളുകളായിരുന്നു അത്. മദ്യപിച്ച് ലഹരിയിലായിരുന്ന മുത്തു ദുരൈയുടെ മകനും കൂട്ടുകാരും ചിന്തിച്ചത് തന്നെ കളിയാക്കിയാണെന്ന് ചിന്തിച്ച് അവർക്കെതിരെ പ്രശ്നമുണ്ടാക്കുന്നു. അവസരം നോക്കിയിരിക്കുകയായിരുന്ന സേതുവിന്റെ ആളുകൾ അതോടെ ആ പ്രശ്നത്തിലേക്ക് ഓടിയിടപെടുകയാണ്. പിന്നെ അവിടെ നടന്ന അടിപിടിയിലും കത്തിക്കൊത്തിലും പെട്ട് ദുരൈയുടെ മകനടക്കം സേതുവിന്റെ ഗ്യാങ്സ്റ്റേഴ്സ് അടക്കം മുഴുവൻ പേരും കൊല്ലപ്പെട്ടിരുന്നു. മുത്തുവിനും കത്തിക്കൊരു കുത്തേറ്റു. ഇതേ സമയം ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് കമ്മീഷണർ സർഗുണത്തിന്റെ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അധികം വൈകാതെ സർഗുണം അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. ജീവൻ അവശേഷിച്ച ഗ്യാങ്സ്റ്റേഴ്സിനെ കൊന്നു തള്ളിയേക്കാൻ സർഗുണം തന്റെ ആളുകളോട് പറഞ്ഞു. സർഗുണം തിരികെ വണ്ടിയിൽ കയറുമ്പോൾ മുത്തുപുറത്ത് കത്തിക്കുത്തേറ്റ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്ക് എന്ന് സർഗുണം അസിസ്റ്റന്റിനോട് ആവശ്യപ്പെട്ടു. അത് സേതുവിന്റെ ആളാവാൻ സാധ്യതയുണ്ടായിരിക്കും എന്ന് അസിസ്റ്റന്റ് അഭിപ്രായപ്പെട്ടിരുന്നു. മറുവശത്ത് രാത്രി വൈകിയും മുത്തുവിനെ കാണാതെ മാണിക്യവും റായനും അന്വേഷിച്ചിറങ്ങിയിരിക്കുകയായിരുന്നു. കുറച്ചു സമയം പിന്നിട്ടതും മുത്തുവിനെ കിട്ടിയെന്ന് വീട്ടിൽ നിന്ന് ഫോൺ വന്ന് റായൻ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നു. ചെല്ലുമ്പോൾ വയറ്റത്തേറ്റ മുറിവ് സ്റ്റിച്ചൊക്കെ ചെയ്ത് മുത്തു അവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും മുത്തു ഓരോ പ്രശ്നങ്ങൾക്ക് പോകുന്നതും കുടുംബത്തിന് പ്രശ്നമുണ്ടാക്കുന്നതും പറഞ്ഞ് റായനെന്ന് മുത്തുവിനോട് ദേഷ്യപ്പെട്ടു. പക്ഷേ ദുർഗയും മാണിക്യവും ചേർന്ന് റായനെ സമാധാനിപ്പിച്ചു നിർത്തി. അപ്പോഴാണ് ശേഖറിന്റെ ഫോൺ റായന് വരുന്നത്. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് റായൻ കട്ട് ചെയ്തു. തൊട്ടുപുറകെ ശേഖറിന്റെ ഫോൺ ദുർഗയുടെ ഫോണിലേക്കും വന്നു. ദുരൈ അണ്ണന്റെ മകനെ ആരോ ബാറിൽ വെച്ച് കുത്തിക്കൊന്നു, സൂക്ഷിക്കണം, എല്ലാവരും വീട്ടിലിരുന്നാ മതി എന്നായിരുന്നു ശേഖർ പറഞ്ഞത്. അത് കേട്ടതും ദുർഗ പാനിക്കാകുന്നുണ്ട്. വിവരമറിഞ്ഞ റായനും വിറച്ചു നിന്നു. ബാറിൽ വെച്ച് ദുരൈയുടെ മകനെ കൊന്നത് മുത്തുവാണെന്ന് അതിനോടകം അവർ മനസ്സിലാക്കിയിരുന്നു. ദുർഗയടക്കം മുത്തുവിനെ തല്ലാൻ ആരംഭിച്ചു. ഇരുട്ടായിരുന്നു, ഞാനെങ്ങനെ അറിയാനാ എന്ന മട്ടിലായിരുന്നു മുത്തുവിന്റെ മറുപടി. തൊട്ടു പിന്നാലെ വിവരമറിഞ്ഞ റായന് ദുരൈയണ്ണയുടെ ഫോൺ കോൾ വന്നു. നാളെ പകലിനുള്ളിൽ മുത്തുവിനെ കൊണ്ടുവന്ന് എന്റെ വീടിന് മുമ്പിൽ വിട്ട് നീ തിരിച്ചു പോക്കോ, എങ്കിൽ നിനക്കും നിന്റെ സഹോദരങ്ങൾക്കും സുഖമായി ജീവിക്കാം. മുത്തുവെന്ന അനിയനുള്ള കാര്യം നീ അങ്ങ് മറന്നേക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ കയറി വേട്ടയാടും, നിങ്ങൾ എല്ലാത്തിനെയും വെട്ടിക്കൊല്ലും. റായൻ എന്തു ചെയ്യണം എന്നാലോചിക്കേണ്ടി വന്നു. പിറ്റേന്ന് പുലർച്ചെയാകുവാൻ തന്റെ വീട്ടിൽ ദുരൈ വെയിറ്റ് ചെയ്യുകയുമായിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞതും പുറത്തുള്ള തന്റെ ആളുകൾ വെട്ടിവീഴ്ത്തപ്പെടുന്ന അലറൽ വീടിനകത്തുള്ള ദുരൈയണ്ണൻ കേട്ടു. അതോടെ മറ്റ് ഗ്യാങ്സ്റ്റേഴ്സിനെയും ദുരൈയണ്ണൻ പുറത്തേക്ക് പറഞ്ഞുവിട്ടു. അവരും കൊല്ലപ്പെടുന്ന ശബ്ദമായിരുന്നു ദുരൈയണ്ണന് കേൾക്കാൻ സാധിച്ചത്. ദുരൈയണ്ണൻ നോക്കി നിൽക്കെ അകത്തേക്ക് വല്ലാത്തൊരു ഭാവത്തോടെ റായൻ കടന്നു വന്നു. റായനൊപ്പം മുത്തുവും മാണിക്യവും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച്
ദുരൈ അണ്ണനെയും ദുരൈ അണ്ണന്റെ ഗ്യാങ്സ്റ്റേഴ്സിനെയും മുഴുവനായും അന്ന് രാത്രിയിൽ ഇല്ലായ്മ ചെയ്തു. തന്റെ കുടുംബത്തിനു വേണ്ടി അത് ചെയ്യലല്ലാതെ റായന് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. പിറ്റേന്ന് ഒന്നും അറിയാത്ത പോലെ അവർ പെരുമാറാൻ ആരംഭിച്ചു. മറുവശത്ത് ദുരൈയെ ഇല്ലാതാക്കിയത് ഗ്യാങ്സ്റ്റർ സേതുവും സംഘവുമാണ് എന്ന് വാർത്ത പരക്കുകയും ചെയ്തിരുന്നു. സേതുവാണെങ്കിൽ ദുരൈയെ കൊന്നത് ആരാണെന്നറിയാതെ ആകെ കൺഫ്യൂഷനിലായി. ദുരൈയുടെ മകനെയും തങ്ങൾ കൊന്നിട്ടില്ല, ഇപ്പോൾ ദുരൈയെയും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്താണെന്ന് കണ്ടെത്തണം എന്ന് സേതു തന്റെ ആളുകളോട് പറഞ്ഞു. മറുവശത്ത് ഒന്നും സംഭവിക്കാത്ത പോലെ മുമ്പോട്ട് ജീവിച്ചുകൊണ്ടിരുന്ന റയാൻ ദുർഗയുടെ കല്യാണം ഉറപ്പിച്ചു. കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ആരംഭിച്ചു. കല്യാണ ചെലവുകളെപ്പറ്റി വീട്ടിൽ റയാനും മാണിക്യവും സംസാരിക്കുകയായിരുന്നു. കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും കൂട്ടിക്കഴിഞ്ഞാലും വീണ്ടും 5 ലക്ഷം രൂപ വേണം, അതെവിടെ നിന്നുണ്ടാക്കും എന്ന് മാണിക്യം റായനോട് ചോദിച്ചു. എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കാം എന്നായിരുന്നു റായൻ പറഞ്ഞത്. ഈ സമയം ചോറ് തിന്നിരിക്കുകയായിരുന്ന മുത്തു റായനോട് വിളിച്ചു പറഞ്ഞു, അണ്ണാ, നമ്മളല്ലേ ദുരയണ്ണനെ കൊന്നത്, ദുരയണ്ണന്റെ ബിസിനസ് ഒക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്, നമുക്കത് ഏറ്റെടുത്ത് നടത്തിയാ പോരെ. അത് കേട്ടതും റായന് ക്ഷോഭം വന്നിരുന്നു. മുത്തു കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായതെന്നും ഓരോ നിമിഷവും പിടിക്കപ്പെടുമോ എന്ന് കരുതി ആരെങ്കിലും ആക്രമിക്കുമോ എന്ന് ഭയന്ന് രാത്രി ഉറങ്ങാൻ പറ്റാതെ താൻ ജീവിക്കുന്നതെന്നും നിനക്കൊക്കെ എങ്ങനെയാടാ സ്വസ്ഥമായിട്ടിരുന്ന് ഈ ചോറുണ്ണാൻ പറ്റുന്നത്, നീ ഈ വീട്ടിലേക്ക് വല്ലതും സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോടാ എന്ന മട്ടിൽ റായൻ മുത്തുവിനോട് ദേഷ്യത്തോടെ സംസാരിച്ചു. മുത്തുവിനും അത് വല്ലാതെ ഫീൽ ചെയ്തിരുന്നു. താൻ അപമാനിക്കപ്പെട്ട പോലെ മുത്തുവിന് തോന്നി. ഏരിയയിലെ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ദുരൈയുടെ ബിസിനസ്സുകൾ കൂടി സേതു ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. കമ്മീഷണറിനും സംഘത്തിനും എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സേതുവിന്റെ ആളുകളും പോലീസ് സംഘവും ദുരൈയെയും ഗ്യാങ്സ്റ്റേഴ്സിനെയും കൊന്നതാരാണ് എന്ന് അന്വേഷിക്കാൻ ആരംഭിച്ചു. റായനാകട്ടെ കല്യാണ ചെലവുകൾക്കായി പണം സംഘടിപ്പിക്കാനുള്ള ഓട്ടവും തുടങ്ങി. വട്ടിപ്പലിശയ്ക്ക് പണമെടുക്കാൻ വരെ റായൻ തീരുമാനിച്ചു. പക്ഷേ വൈകാതെ റായനാണ് ദുരൈയെ കൊന്നത് എന്ന കാര്യം സേതു അറിയുകയാണ്. റായനെ സേതു തന്റെ ഇടത്തേക്ക് വിളിപ്പിച്ചു. ഒന്നും അറിയാത്ത പോലെ റായൻ സേതുവിന്റെ മുമ്പിലെത്തി. ദുരൈയെ കൊന്നത് നീയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ തന്റെ കൂടെ ജോയിൻ ചെയ്യുവാൻ സേതു റായനോട് പറയുകയാണ്. പക്ഷേ റായനതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അതോടെ സേതു റായനെ ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. പക്ഷേ റായൻ തന്റേതായ രീതിയിൽ തിരികെ സേതുവിനെ ഭീഷണിപ്പെടുത്തി. ദുരൈയണ്ണനെ കൊന്നത് ഞാനല്ല, ഇനി ഞാനാണെങ്കിൽ ദുരൈയണ്ണനെ കൊന്ന എനിക്ക് നിങ്ങളെ കൊല്ലുവാൻ എന്തോരം സമയമെടുക്കും, പക്ഷേ ദുരൈയണ്ണനെ കൊന്നത് ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. റായൻ അവിടെ നിന്ന് തിരികെ പോന്നു. സേതുവിന് റായൻ ഭീഷണിയായി മാറുമോ എന്ന് ഭയമുണ്ടായിരുന്നു. റായൻ ഒന്നുകിൽ നമ്മുടെ കൂടെ വേണം, ഇല്ലെങ്കിൽ ഈ ലോകത്തെ ഉണ്ടാവരുത് എന്ന് സേതു തീരുമാനിച്ചു. റായൻ ആദ്യമേ നാട് വിട്ടുപോവാൻ നോക്കിയെങ്കിലും ദുർഗയുടെ കല്യാണം വരുന്നതുകൊണ്ട് അതിന് സാധിക്കുമായിരുന്നില്ല. അതോടെ കല്യാണം നടത്തി കഴിഞ്ഞ ശേഷം അവിടം വിട്ടു പോവാൻ റായൻ തീരുമാനിച്ചു. തന്റെ അച്ഛനെ പോലുള്ള ശേഖറിനോടും ആ കാര്യങ്ങളൊക്കെ റായൻ പറഞ്ഞിരുന്നു. വൈകാതെ ഒരു ദിവസം രാത്രിയിൽ സേതുവിന്റെ ആളുകൾ റായനെ ആക്രമിക്കാൻ നോക്കി. പക്ഷേ റായൻ അവരെ തിരികെ ആക്രമിച്ച് കൊലപ്പെടുത്തി. അന്ന് രാത്രി തന്നെ ശേഖറിന്റെ വീട്ടിലെത്തി റായൻ ആ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ തുടർന്നാൽ പ്രശ്നമാണെന്നും സേതു കൊല്ലപ്പെടണമെന്നും റായൻ മനസ്സിലാക്കുകയാണ്. അതോടെ സേതുവിനെ കൊല്ലുവാൻ റായൻ തീരുമാനിച്ചുറപ്പിച്ചു. ഒരു വശത്ത് ദുർഗയുടെ കല്യാണ പരിപാടികൾ ആരംഭിക്കാൻ തുടങ്ങി. മേഖലൈ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് മുത്തുവിന്റെ അടുത്തും എത്തിച്ചേർന്നു. മുത്തുവിനോട് ജോലി കണ്ടെത്തണമെന്നും ഒരുപാട് നാൾ മറച്ചുവെക്കാൻ പറ്റില്ലെന്നും മേഖലൈ പറഞ്ഞു. ദുർഗയുടെ കല്യാണശേഷം വിവാഹം കഴിക്കാമെന്നായിരുന്നു മുത്തു മേഖലയ്ക്ക് വാക്കുകൊടുത്തത്. മുത്തു പിന്നാലെ പലയിടത്തും ജോലി തരണമെങ്കിലും എവിടെയും ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ മുത്തുവിനെ പറ്റി അന്വേഷിച്ച് കമ്മീഷണർ റായനിലേക്ക് വന്നെത്തിയിരുന്നു. ഇൻഡ്യൂഷൻ കൊണ്ട് റായനിൽ സംശയം തോന്നിയ ഓഫീസർ റായന്റെ മേലൊരു കണ്ണുവെക്കാൻ അസിസ്റ്റന്റിന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ദുർഗയുടെ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി സേതുവിനെ വകവരുത്താൻ റായൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. സേതു രണ്ടാം ഭാര്യയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ കടന്ന് കൊല്ലാനായിരുന്നു റായൻ പദ്ധതിയിട്ടത്. അപ്രകാരം ശേഖറിനോട് പറഞ്ഞ് റായൻ അങ്ങോട്ടേക്ക് പോയി. പക്ഷെ അവിടെ എത്തുമ്പോൾ ഗ്യാങ്സ്റ്റേഴ്സിനെ ആരെയും കാണുന്നില്ല. റായൻ കടന്ന് അകത്തു ചെന്നപ്പോൾ കണ്ടത് അവിടെ ഒരു മുറിയിൽ ബന്ദിയാക്കിയിട്ടിരിക്കുന്ന തന്റെ സഹോദരി ദുർഗയെയാണ്. ഗ്യാങ്സ്റ്റേഴ്സ് അപ്പോഴേക്കും റായനെ കൊല്ലുവാൻ അങ്ങോട്ടേക്ക് വളഞ്ഞെത്തിയിരുന്നു. ദുർഗയെ മോചിപ്പിച്ച റായൻ ദുർഗയുടെ സഹായത്തോടെ ആ വാതിലടച്ചു കുറ്റിയിട്ടു. ജനൽ വഴി ദുർഗയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനിടയിൽ ഗ്യാങ്സ്റ്റേഴ്സുമായി ഏറ്റുമുട്ടലും സംഭവിച്ചു. ദുർഗയെ രക്ഷപ്പെടുത്താൻ നോക്കുന്നതിനിടയിൽ സേതുവിന്റെ മറ്റു 2 ഗ്യാങ്സ്റ്റേഴ്സ് വന്ന് ഓട്ടോയിൽ ദുർഗയെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. ഗ്യാങ്സ്റ്റേഴ്സ് ചുറ്റിവളഞ്ഞതുകൊണ്ട് റായൻ അവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ആരംഭിച്ചു. ആ സമയമാണ് പിന്നൽ റായനെ കൊല്ലാൻ 2 ഗ്യാങ്സ്റ്റേഴ്സ് വരുന്നത്. റായൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് തന്റെ അനിയന്മാരായ മുത്തുവും മാണിക്യവുമായിരുന്നു. അവർ തന്റെ കൂടെ സഹായിക്കാൻ എത്തിയതാണ് എന്ന് ചിന്തിച്ച് ഗ്യാങ്സ്റ്റേഴ്സിനെ കൊല്ലാനായി റായൻ പറയാൻ വന്നപ്പോഴേക്കും അണ്ണം പറഞ്ഞത് ഇയാളെയാ, ഇയാളെ കൊന്നേക്ക് എന്ന്
ഗ്യാങ്സ്റ്റേഴ്സ് മുത്തുവിനോടും മാണിക്യത്തോടും വിളിച്ചു പറയുന്നു. റായനൊന്ന് ഞെട്ടിയിരുന്നു. അവശേഷിച്ച ഗ്യാങ്സ്റ്ററിനെയും കൊന്ന് എന്താ നടക്കുന്നതെന്ന് ചോദ്യം ചെയ്യാൻ റായൻ മുത്തുവിനടുത്തേക്ക് ചെന്നതും ചേട്ടനെ കണ്ട് ഭയന്നിരുന്ന മുത്തു റായനെ കത്തികൊണ്ട് കുത്തുകയാണ്. പെട്ടെന്നുള്ള ഭയപ്പാടിൽ തനിക്കെതിരെ റായൻ വന്നപ്പോ മാണിക്യവും അത്തരത്തിൽ തന്നെ റായനെ കത്തികൊണ്ട് കുത്തുന്നുണ്ട്. കുത്തേറ്റ് റായൻ താഴെ വീണു. മുത്തുവും മാണിക്യവും ഭയന്ന് കത്തി താഴെയിട്ട് അവിടെ നിന്ന് പിന്തിരിഞ്ഞോടി. സംഭവിച്ച കാര്യങ്ങൾ ഞെട്ടലോടെയല്ലാതെ വിറയോടെയല്ലാതെ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഓടിയവർ ചെന്നു നിന്നത് സേതുവിന്റെ മുമ്പിലായിരുന്നു. അപ്പോഴും അവർ ഭയന്നു വിറയ്ക്കുന്നുണ്ടായിരുന്നു. സേതു കൊല്ലാൻ പറഞ്ഞത് തങ്ങളുടെ സ്വന്തം ചേട്ടനെയാണ് എന്ന് അവരിരുവരും സേതുവിനോട് പറഞ്ഞു. പെട്ടെന്ന് സേതുവിനത് മനസ്സിലായില്ലെങ്കിലും സേതു അവരെ ആശ്വസിപ്പിച്ചു. സ്വന്തം ചേട്ടനാണെന്ന് പോലും നോക്കാതെ തനിക്ക് വേണ്ടി അവനെ കുത്തിയ കാര്യത്തിൽ തന്നോടുള്ള കൂറു പറഞ്ഞ് സേതു അവരിരുവരെയും പ്രശംസിച്ചു. അവരോട് സമാധാനത്തോടെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാനും പെങ്ങളുടെ കല്യാണക്കാര്യങ്ങൾ നോക്കാനും സേതു പറഞ്ഞുവിട്ടു. മറുവശത്ത് ഒരു തരത്തിൽ ഗ്യാങ്സ്റ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിവന്ന ദുർഗ റായനെ രക്ഷപ്പെടുത്തി ശേഖറിനൊപ്പം ഒരു ക്ലിനിക്കിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടുത്തെ ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയും അപേക്ഷിച്ചും റായനെ അവർ അവിടെ ചികിത്സയ്ക്ക് വിധേയമാക്കി. മുത്തുവും മാണിക്യവും പോയതും തന്റെ അസിസ്റ്റന്റിനോട് സേതു പറഞ്ഞു, റായൻ വീണെടുത്ത് പോയി നോക്കണം, ബോഡിയുണ്ടോ എന്ന്. ബോഡിയില്ലെങ്കിൽ ആള് മരിച്ചെന്ന് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഓഡിറ്റോറിയത്തിലെത്തി തങ്ങൾക്ക് പറ്റിയ കയ്യബദ്ധമൊക്കെ ആലോചിച്ച് മാണിക്യവും മുത്തുവും വല്ലാതെ ഇരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ചേട്ടനെ കുത്തിയത് എന്ന തരത്തിൽ അവർക്കിടയിൽ സംസാരം വന്നു. സംഭവം എന്തെന്നാൽ പണ്ട് തൊട്ടേ അവർക്കുള്ളിൽ ഒരു വെറിയുണ്ടായിരുന്നു. എല്ലാത്തിലും അടങ്ങിപ്പോകുവാൻ ചേട്ടൻ അവരോട് പറയുമായിരുന്നല്ലോ. ചേട്ടനോട് അവരുടെ ഉള്ളിലെ ദേഷ്യം മാത്രമല്ല, കുടുംബത്തിലേക്ക് പണമുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് മുത്തുവിനോട് ചേട്ടൻ ഒരിക്കൽ ചോദിച്ചിരുന്നല്ലോ. ജോലി അന്വേഷിച്ച മുത്തുവിന് എവിടെയും കിട്ടാതെ ഒടുവിൽ സേതുവിന്റെ പക്കൽ എത്തിച്ചേരുകയായിരുന്നു. പെട്ടെന്ന് തന്നെ സേതുവിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ മുത്തുവിനായി. വൈകാതെ മുത്തുവിന്റെ ഒപ്പം മാണിക്യവും സേതുവിന്റെ കൂട്ടത്തിലെത്തി സേതുവിന്റെ കയ്യാളായി മാറുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പ്രധാനപ്പെട്ട ഒരാളെ കൊലപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞ സഹായത്തിന് മാണിക്യത്തെയും മുത്തുവിനെയും സേതു അന്ന് വിളിച്ചു വരുത്തിയത്. സ്വന്തം ചേട്ടനെയാണ് അവർ കൊല്ലാൻ പോകുന്നത് എന്നാ സമയം അവർ അറിഞ്ഞിരുന്നുമില്ല. ചേട്ടനെ ആക്രമിക്കേണ്ട ഘട്ടമെത്തിയപ്പോൾ പാനിക്കായി അവരിരുവരും കുത്തിപ്പോവുകയായിരുന്നു. അവരിരുവരും കാര്യങ്ങൾ ഓഡിറ്റോറിയത്തിലിരുന്ന് പരസ്പരം സംസാരിക്കുമ്പോൾ പുറത്തു വന്ന ശേഖർ അത് കേട്ടിരുന്നു. അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോന്ന ശേഖർ ക്ലിനിക്കിലെത്തി ദുർഗയെ ആ കാര്യങ്ങൾ അറിയിച്ചു. ചേട്ടനെ കുത്തിയത് സഹോദരങ്ങളാണെന്നറിഞ്ഞതും ദുർഗയ്ക്ക് രോഷം അടക്കാനേ സാധിച്ചില്ല. പിറ്റേന്ന് കല്യാണ ദിവസം ദുർഗയെ എവിടെയും കാണാനുണ്ടായിരുന്നില്ല. കല്യാണം മുടങ്ങി. ശേഖറിനടുക്കൽ മുത്തുവും മാണിക്യവും അന്വേഷിച്ച് ചെന്നപ്പോൾ ദുർഗ എവിടെയെന്ന് പറയുവാൻ ശേഖർ കൂട്ടാക്കിയില്ല. റായൻ എവിടെയെന്നും പറഞ്ഞില്ല. റായനെ കുത്തിയ കാര്യം ദുർഗക്കറിയാമെന്നും അവളുടെ മുമ്പിൽ പോയി പെട്ടേക്കരുത് എന്നും ശേഖർ അവരെ ഭീഷണിപ്പെടുത്തി. ശേഖറിനെ സേതുവിന്റെ ആളുകൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ക്ലിനിക്കിലേക്കെത്തിയ ശേഖറിനെ പിന്തുടർന്ന് സേതുവിന്റെ ആളുകൾ അങ്ങോട്ടേക്ക് വരികയും റായനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. വളരെ വലിയൊരു പോരാട്ടം തന്നെ നടന്നു. ശേഖറും ദുർഗയും ചേർന്ന് ഏറെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു റായനെ അന്ന് രക്ഷപ്പെടുത്തിയത്. പിന്നാലെ റായനെ നഗരത്തിലെ ഒറ്റപ്പെട്ട ഒരിടത്തെ കെട്ടിടത്തിലേക്ക് അവർ മാറ്റി. അവിടെ വെച്ച് റായനെ ചികിത്സിക്കാനും ആരംഭിച്ചു. ബോധം വെച്ചിരുന്ന റായൻ ദുർഗ എങ്ങനെയാണ് ഗ്യാങ്സ്റ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ ദുർഗ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഗുരു എന്ന സേതുവിന്റെ കയ്യാൽ ആ രാത്രിയിൽ ദുർഗയെ പീഡിപ്പിച്ച വിവരം ശേഖറിൽ നിന്ന് റായൻ കേൾക്കുകയാണ്. റായന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വല്ലാത്തൊരു വെറു റായന്റെ ഉള്ളിൽ രൂപപ്പെട്ടിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് പ്രതികാരത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. ദുർഗയും റായനും ഒരേ സമയം പരിശീലിച്ചുകൊണ്ടേയിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവാതിരുന്ന റായൻ കഠിന പരിശ്രമം കൊണ്ട് നല്ല രീതിയിൽ നടക്കുന്ന അവസ്ഥയിലേക്ക്, ആരോഗ്യാവസ്ഥയിലേക്ക് ഉയർന്നെഴുന്നേറ്റു വന്നു. മറുവശത്ത് മുത്തു മേഖലയെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. റായൻ പൂർണ്ണ ആരോഗ്യവാനായ ശേഷം ആദ്യത്തെ പ്രതികാര ദൗത്യത്തിന് തുടക്കം കുറിച്ചു. ഗുരുവിനെ തനിക്ക് വിട്ടുതരാൻ പറഞ്ഞ് സേതുവിനടുത്തേക്ക് ശേഖറിനെ റായൻ പറഞ്ഞയച്ചു. സേതുവിന്റെ രണ്ടാം ഭാര്യയെ റായൻ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഗുരുവിനെ താൻ പറഞ്ഞിടത്ത് എത്തിച്ചാലേ രണ്ടാം ഭാര്യയെ സേതുവിന് വിട്ടുകൊടുക്കൂ എന്നായിരുന്നു റായൻ പറഞ്ഞത്. രണ്ടാം ഭാര്യയെ ഏറെ പ്രിയമായിരുന്ന സേതു അതോടെ അതിന് തയ്യാറാവുകയാണ്. ഗുരുവിനെ റായൻ തന്നെ ബന്ദിയാക്കി. ദുർഗ അവന്റെ ജനനേന്ദ്രിയം ചവിട്ടി പൊട്ടിക്കുകയും ക്രൂരമായി അവനെ ഉപദ്രവിച്ച ശേഷം കഴുത്തുവെട്ടി അവനെ കൊലപ്പെടുത്തുകയും ചെയ്തു. മാണിക്യത്തിനും മുത്തുവിനും ഭയം വരുന്നുണ്ടായിരുന്നു. അബദ്ധത്തിൽ റായനെ കുത്തിപ്പോയതാണല്ലോ. അതുകൊണ്ട് റായനോട് കാലുപിടിച്ച് മാപ്പ് ചോദിച്ച ചേട്ടൻ ക്ഷമിക്കുമെന്ന് ചിന്തിച്ചിരുന്ന മാണിക്യം ശേഖറിനെ വിളിച്ച് നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടു. റായൻ അടുത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകണം എന്നും പറഞ്ഞിരുന്നു. മാണിക്യം ഫോണിൽ വിളിച്ച് ശേഖറിനോട് സംസാരിക്കുമ്പോ സേതു അത് മറന്നു നിന്ന് കേട്ടു. മാണിക്യമും റായനുമൊക്കെ ഒന്നിച്ചാൽ തനിക്ക് അപകടമാണ് എന്ന് സേതു ചിന്തിച്ചിരുന്നു. ആദ്യം മാണിക്യത്തെ കൊല്ലാൻ സേതു ആലോചിച്ചെങ്കിലും പിന്നെ ആ പദ്ധതി മാറ്റി
മാറ്റി മാണിക്യത്തിന് പണി കൊടുത്ത് കാണാൻ വിളിച്ച ശേഖർ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് മറ്റ് സംഘത്തെ പറഞ്ഞുവിട്ട് ശേഖറെ സേതു ബന്ദിയാക്കി വെച്ചു. ശേഷം റായൻ എവിടെയെന്ന് ചോദിച്ച് ശേഖർ സേതു ഉപദ്രവിച്ചു. പക്ഷേ ശേഖർ ഒന്നും തന്നെ പറഞ്ഞില്ല. ഒടുവിൽ സേതു ശേഖറെ കൊലപ്പെടുത്തുകയാണ്. കൊന്നു തൂക്കിയിട്ട ശേഖറിന്റെ ശരീരം ദുഃഖത്തോടെ റായനും ദുർഗയും നോക്കി നിൽക്കാൻ തുടങ്ങി. മാണിക്യത്തെ കാണാൻ പോയ ശേഖറാണ് മരിച്ചു കിടക്കുന്നത്. മാണിക്യത്തെയാണ് താൻ കാണാൻ പോകുന്നത് എന്ന് ദുർഗയോട് ശേഖർ പറയുകയും ചെയ്തിരുന്നു. ദുഃഖത്തോടെ ദുർഗ ആ കാര്യങ്ങൾ റായനോട് പറഞ്ഞു. ആ സമയം പോലീസ് എത്തി റായനെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. രഹസ്യമായി സംസാരിക്കാൻ കമ്മീഷണറായിരുന്നു റായനെ വിളിച്ചുകൊണ്ടുപോയത്. തന്റെ അടുത്തിരുത്തി റായനോട് അദ്ദേഹം കാര്യമായി എന്തോ സംസാരിച്ചു. വൈകാതെ പോലീസ് സേതുവിനടുത്തു ചെന്നു. റായനുമായി ഒരു കോംപ്രമൈസ് ഉണ്ടാക്കണം, കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥതല ചർച്ച വിളിച്ചിട്ടുണ്ട് എന്ന് പോലീസ് ഓഫീസേഴ്സ് സേതുവിനെ അറിയിച്ചു. ശേഖറിനെ കൊന്ന ദേഷ്യത്തിന് സേതുവിനെ കൊല്ലുവാൻ വെറുകാണിച്ച് മുത്തുവും മാണിക്യവും സേതുവിന് മുമ്പിലെത്തിയിരുന്നു. നിന്റെ ചേട്ടൻ റായൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണോ എന്നായിരുന്നു സേതു അവരോട് ചോദിച്ചത്. പിന്നാലെ കോംപ്രമൈസ് മീറ്റിംഗിന്റെ കാര്യവും ഒക്കെ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നും സേതു അവരെ അറിയിച്ചു. അങ്ങനെ കോംപ്രമൈസ് മീറ്റിംഗിന്റെ ദിവസമെത്തി. കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ സേതുവും റായനും കണ്ടു. അന്ന് അവിടെ വെച്ച് എല്ലാവരെയും ഇല്ലായ്മ ചെയ്യാൻ കമ്മീഷണർ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ സേതു മുഴുവൻ ഗ്യാങ്സ്റ്റേഴ്സുമായി വന്നതുകൊണ്ട് കമ്മീഷണർ അതിൽ നിന്നും പിൻവാങ്ങി. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്ന് റായനെയും സേതുവിനെയും വാൺ ചെയ്തു. സേതുവിനൊപ്പമുണ്ടായിരുന്ന മാണിക്യവും മുത്തുവും ആ സമയം റായനോട് മാപ്പ് ചോദിച്ച് റായന്റെ കൂടെ ചേർന്നു. റായനും അവരോട് ക്ഷമിക്കുന്നുണ്ടായിരുന്നു. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചല്ലോ എന്ന് സേതുവും പറയുകയാണ്. വൈകാതെയായിരുന്നു ഭോഗി സെലിബ്രേഷൻ വരുന്നത്. അന്ന് ഏവരും ഒത്തൊരുമിച്ച് സെലിബ്രേഷനിൽ ആടിപ്പാടി തകർത്തു. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും അവസരം കിട്ടിയാൽ മാണിക്യത്തിന്റെയും മുത്തുവിന്റെയും കഴുത്തിൽ തന്നെ കത്തിവെച്ച് റായനെ വകവരുത്തും എന്നായിരുന്നു സേതുവിന്റെ ചിന്ത. ഫെസ്റ്റിവൽ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ ദുർഗയുടെ മുമ്പിൽ മാണിക്യം ചെന്നുപെട്ടു. ചേട്ടനെ എന്തിനാ നീയൊക്കെ കുത്തിയത് എന്ന് ചോദിച്ച് മാണിക്യത്തോട് കയറത്ത് കയറിയ ദുർഗ മാണിക്യത്തെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി. പിന്നാലെ അവിടെ വലിയ കലാപം തന്നെ അരങ്ങേറുകയാണ്. ദുർഗയെ റായൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി സുരക്ഷിതയാക്കി. ശേഷം നേരിട്ടിറങ്ങി സേതുവിന്റെ ഓരോ ഗ്യാങ്സ്റ്റേഴ്സിനെയും റായൻ കൊല്ലാൻ ആരംഭിച്ചു. ഒടുവിൽ ബാക്കിയായത് സേതുവും സഹോദരൻ മുത്തുവും മാത്രമായിരുന്നു. അവർ ഒന്നിച്ച് റായനെ ആക്രമിക്കാൻ ശ്രമിച്ചു. വലിയ പോരാട്ടത്തിനു ശേഷം ഇരുവരെയും അടിച്ച് പരിക്കേൽപ്പിച്ച റായൻ സേതുവിനെ തീകൊളുത്തി കൊന്നു. പിന്നാലെ മുത്തു ആക്രമിക്കാൻ വന്നപ്പോൾ ആയുധം കഴുത്തിലൂടെ കുത്തിയിറക്കി അവനെയും വകവരുത്തി. സംഭവം എന്തെന്നാൽ കമ്മീഷണർ അന്ന് വിളിച്ചു വരുത്തി റായൻ തിരികെ പോരുന്നതിനു മുമ്പ് കമ്മീഷണർ റായന് മുമ്പിലേക്ക് ഒരു ഓഫർ വെച്ചിരുന്നു. സേതുവിനെയും ഗ്യാങ്സ്റ്റേഴ്സിനെയും ഒക്കെ ഇല്ലായ്മ ചെയ്താൽ റായന് പുതിയൊരു ഐഡന്റിറ്റിയും മറ്റൊരിടത്ത് പോയി ജീവിക്കാനുള്ള പണവും താൻ നൽകുമെന്നായിരുന്നു അത്. ഇനിയെങ്ങാൻ പോരാട്ടത്തിൽ റായൻ മരിച്ചാൽ റായന്റെ സഹോദരിയെ സ്വന്തം മോളെ പോലെ താൻ നോക്കിക്കോളാം എന്നും കമ്മീഷണർ പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരുന്നു റായൻ അത്തരത്തിൽ പ്രവർത്തിച്ചത്. ഒക്കെ കഴിഞ്ഞതും കമ്മീഷണറും അസിസ്റ്റന്റും ഒരിടത്ത് കാത്തുനിന്നു. റായന് കൊടുക്കാനുള്ള പണവും അവരുടെ പക്കലുണ്ടായിരുന്നു. പക്ഷേ കമ്മീഷണറിന് ചില ഗൂഢലക്ഷ്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. റായൻ പണം ചോദിച്ച് അവിടെ വന്നാൽ റായനെയും ദുർഗയെയും കൊന്ന് ഒരു തെളിവും അവശേഷിക്കാത്ത പോലെ തന്റെ പദ്ധതികൾ പുറത്തു പോവാത്ത പോലെ ഒക്കെ ഇല്ലാതാക്കാനായിരുന്നു കമ്മീഷണർ തീരുമാനിച്ചത്. പക്ഷെ അത് മുൻകൂട്ടി കണ്ടെന്ന പോലെ റായൻ അങ്ങോട്ടേക്ക് പോയതേയില്ല. സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് പണ്ട് ചെന്നൈയിലേക്ക് വന്ന പോലെ ഒരു ലോറിയിൽ റായൻ ദുർഗയെയും കൂട്ടി പോവാനൊരുങ്ങി. ആ സമയമാണ് മേഖലൈ കുട്ടിയുമായി അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങളുടെ ബ്ലഡ് ലൈനിൽപ്പെട്ട കുട്ടിയായത്, ഇവനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടിയെ റായനെ ഏൽപ്പിച്ച് മേഖലൈ കരഞ്ഞുകൊണ്ട് തിരികെ നടന്നുപോയി. ദുർഗയെയും മുത്തുവിന്റെ മകനെയും കൂട്ടി റായൻ ചെന്നൈ നഗരം വിട്ട് യാത്ര തുടങ്ങി. പണ്ട് പറക്കമുറ്റാത്ത സഹോദരങ്ങളെയും കൂട്ടി അതേ നഗരത്തിലേക്ക് വന്നിറങ്ങിയ ഓർമ്മ റായന്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.